ദേവൻ ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസും ഇപ്പോൾ അവരുടെ രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകൾ ഉയർത്തുന്ന കേസ് ഒന്നുമില്ല, പരാതികളൊന്നുമില്ല, പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സമരം എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊതുസമൂഹം കണ്ടിട്ടുള്ളതല്ലേ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. രാഹുലിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ നിസ്സാരപ്പെട്ട ആരോപണങ്ങളാണോ? എന്തെല്ലാം ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന വ്യക്തിത്വമാണോ രാഹുലിൻ്റേത്? ഇവിടെ പാലക്കാട്ടിലെ പ്രശസ്തമായ ശില്പമാണ് പാലക്കാട്ടെ മലമ്പുഴയിലെ കാനായി കുഞ്ഞിരാമൻ്റെ യക്ഷി. ആ യക്ഷിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് പോലും മെസ്സേജ് അയക്കുമായിരുന്ന രാഹുലിൻ്റെ ഈ സ്വഭാവ വൈകൃതത്തെയാണോ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് രാഹുൽ ഒരു MLA ആയി തുടരാൻ വേണ്ടി കഴിയുക? അയാൾ പാലക്കാട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആ ജനങ്ങളോടുള്ള വെല്ലുവിളി എന്താണ് എന്നുള്ളത് ഇവിടെ സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുന്ന രാഹുലിന് സമരം എന്താണ് എന്നുള്ളത് അറിയാൻ ഈ പാലക്കാട്ടേക്ക് വന്നാൽ DYFയുടെ സമരത്തിൻ്റെ ചൂടും ചൂരും എന്താണെന്നുള്ളത് രാഹുൽ അറിയും.